ഹായ്, ഇന്നെൻ്റെ റമദാൻ പ്രിപ്പറേഷൻസ് കണ്ടാലോ? ചെറിയൊരു ടിപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ക്ലീനിങ് ആണ് മെയിൻ. ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞു. പിന്നെയുള്ളത് എൻ്റെ കയ്യിൽ കുറച്ച് അവക്കാഡോസാണ്. അത് പഴുപ്പിക്കാൻ വേണ്ടി ഞാൻ ഉള്ളിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അത് ഫ്രോസൺ ചെയ്ത് വെച്ചു. പഴുത്ത അവക്കാഡോസ് സിമ്പിളായി നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. പഴുത്തതാണെങ്കിൽ തൊലി ഇങ്ങനെ അടർന്ന് ഇളക്കി എടുക്കാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഒരു ദിവസം ഉള്ളിയിലിട്ട് വെച്ചു. നല്ല പഴുത്തത് കിട്ടി. അത് പീൽ ചെയ്ത് വെച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഫ്രോസൺ ആക്കി കഴിഞ്ഞാൽ ആവശ്യത്തിനെടുത്ത് അടിച്ച് വെച്ചാൽ മതിയല്ലോ. പിന്നെ എൻ്റെ മെയിൻ പണി എല്ലാം റീഫിൽ ചെയ്യലാണ്. റീഫിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി തലവേദന കഴിയും. കാരണം പണിൻ്റെ ഇടയിൽ റീഫില്ലിങ്ങും സാധനം തീർന്നു പോയാൽ അത് വീണ്ടും സെറ്റ് ചെയ്യലും ഭയങ്കര പണി പോലെ എനിക്ക് തോന്നൽ. റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വേഗം എടുത്തെടുത്ത് എല്ലാം ചെയ്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ നോമ്പ് മുറിക്കാൻ നേരത്ത് മെയിനായി ഞങ്ങൾ കഴിക്കാറ് ഡ്രൈ ഫ്രൂട്ട്സാണ്. സോ അതെല്ലാം കണ്ടെയ്നറിൽ ഫില്ല് ചെയ്ത് വെച്ചു. എൻ്റെ മോൻക്കും ഇഷ്ടമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എല്ലാ ടൈപ്പും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത്. നല്ലതല്ലേ, കുട്ടികൾക്കും നല്ലതാണ്, നമുക്കും നല്ലതാണ്. നോമ്പൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതല്ലേ. അതുകൊണ്ട് ഞാനെല്ലാം സെറ്റ് ചെയ്ത് കണ്ടെയ്നറിലൊക്കെ ആക്കി കറക്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്ത് വെച്ചത് കയ്യിൽ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ മുളകും ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് അതിനെ ഒരു കണ്ടെയ്നറിലാക്കി താഴത്ത് തന്നെ വെച്ചു. ഫ്രീസർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരാഴ്ചത്തേക്കൊക്കെ അത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഗാർലിക്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ പീൽ ചെയ്ത് വെച്ചു. എനിക്കിഷ്ടം ഗാർലിക്സ് ഇങ്ങനെ പീൽ ചെയ്ത് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വേണ്ടതുപോലെ എടുക്കാമല്ലോ. ക്രഷ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, പേസ്റ്റ് ചെയ്ത് എടുക്കണമെങ്കിലും എടുക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്ത് വെക്കാറുള്ളൂ. പിന്നെ എൻ്റെ മോൻക്ക് ക്യാൻഡീസ് വേണ്ടത് കൊണ്ട് കുറച്ച് ചോക്ലേറ്റ്സും ക്യാൻഡീസൊക്കെ റീഫിൽ ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതേ ഉള്ളൂ. എല്ലാവരും അഭിപ്രായം അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.